ഇന്ന് നിങ്ങള് ആ പടുകുഴിയിലേക്ക് ഇറങ്ങാൻ അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ കരയ്ക്ക് പിടിച്ച് കയറ്റുവാൻ, അതേ ആണിപ്പാടുള്ള കരങ്ങൾ നിങ്ങളെ പിടിക്കുവാൻ കാത്തിരിക്കുന്ന ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കരം ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങളെ രക്ഷിക്കുവാൻ തക്ക ഒരു പദ്ധതി കർത്താവിന്റെ കയ്യിലുണ്ട്. അവന്റെ ബലത്തിന്റെ വല്ലഭത്വം തിരിച്ചറിയുവാൻ കഴിയുന്നവരിൽ അവന്റെ ശക്തി വ്യാപരിക്കും. അവന്റെ ബലത്തിന്റെ ശക്തി ഇന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. മൂന്നാമതായി എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം. അവിടെ പറയുന്നു, എക്സീഡിംഗ് ഗ്രേറ്റ് പവർ, ശക്തിയുടെ അളവറ്റ വലിപ്പം. അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് അത് അളവില്ലാത്ത വലിപ്പമുള്ളതാണ്. ആ ശക്തി ഒന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാലാമതായി കാണുന്നു 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യം. അവിടെ പറയുന്നത് അത്യന്ത ശക്തിയെ കുറിച്ചാണ്. എക്സലന്റ് പവർ, അത്യന്ത ശക്തി. 5-ാമതായി പറയുന്നു ആ ശക്തിയെ കുറിച്ച് പറയുന്നത് ഇറ്റേണൽ പവർ, നിത്യശക്തി. ഈ ശക്തി നിത്യശക്തിയാണ്. ലോകത്തിന്റെ ശക്തി നിങ്ങൾ ഏത് സമയവേളകളിൽ നഷ്ടപ്പെട്ടു പോകാം. ഇന്ന് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിന്റെ ശക്തി ഏത് നിമിഷവും നിങ്ങൾക്ക് പോകാൻ സമയം ആസന്നമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അശക്തരാക്കപ്പെടുന്നത് എഴുന്നേൽക്കാൻ സാധ്യമല്ല. ഒരു വീരനെടുക്കാൻ പോലും സാധ്യമല്ലാതെ, ജീവിക്കുവാൻ സാധ്യമല്ലാതെ, ഒരടി പോലും മുന്നോട്ട് ചരിക്കുവാൻ സാധ്യമല്ലാതെ, നിങ്ങളെ തളർത്തുന്ന ലോകത്തിന്റെ ശക്തിയെ നിങ്ങൾ ആശ്രയിക്കാതെ നിത്യശക്തി എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് പലക്കാലം കടന്നു പോകണം. ഈ വചനം ദൈവം ഇന്ന് എനിക്ക് തന്നുവെങ്കിൽ നിങ്ങളെ ഇന്ന് ആ നിത്യശക്തിയിൽ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണമാണ് ആ വചനം എനിക്ക് തന്നതെന്ന് ഞാൻ വലിയ വിശ്വാസത്തോടു കൂടിയാണ് ഈ വചനത്തെ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഈ നിത്യശക്തി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരി സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ വലിയ നിത്യശക്തിയിൽ നിങ്ങളെ പൊതിയുന്ന ഒരു സ്വർഗീയമായ കാഴ്ച ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. ആ നിത്യശക്തി നിങ്ങൾ വ്യാപരിക്കട്ടെ. ആ നിത്യശക്തി നിങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകളെ അഴിക്കട്ടെ. ആ നിത്യശക്തി നിങ്ങളുടെ ബലഹീനതയെ നീക്കട്ടെ. ആ നിത്യശക്തി ആത്മാവിന്റെ കൃപകൾ പ്രാപിക്കാൻ തക്കവണ്ണം നിങ്ങളെ സമ്പന്നരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, the glorious power, പൂർണ്ണ ശക്തി. 7-ാമതായി 2 പത്രോസ് 1:3 പറയുന്നു, the divine power, ദിവ്യ ശക്തി. ഈ വിധത്തിൽ 7 വിധത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പറ്റി വിശുദ്ധ വചനത്തിൽ സാക്ഷീകരിച്ചിരിക്കുന്നത്. ആദിമസഭയിൽ വലിയ മാറ്റങ്ങൾ കടന്നു വന്നു. പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന് ലഭിച്ചപ്പോൾ ഒന്നാമതായി മഹാശക്തി, the great power, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ പറയുന്ന പോലെ മഹാശക്തി ലഭിച്ചു. രണ്ടാമതായി 4-ാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട് അവർക്ക് കൃപ ലഭിച്ചു, ഗ്രേസ്. മൂന്നാമതായി 5-ാം അധ്യായം 5 മുതൽ 11 വാക്യങ്ങളിൽ അവർക്ക് ഭയം ലഭിച്ചു എന്ന് കാണുന്നു. 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്നപ്പോൾ അവിടെ കൂട്ടമുണ്ടായി. വീണ്ടും 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു പീഡനങ്ങൾ കടന്നു വന്നു. 15-ാം അധ്യായം 3-ാം വാക്യത്തിലും 8-ാം അധ്യായം 8-ാം വാക്യത്തിലും കാണുന്നു അവിടെ സന്തോഷം കടന്നു വന്നു. ഈ കൃപകളെല്ലാം നിങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലും എന്നിലും കടന്നു വരണം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ കാണുന്നു ദൈവജനം ശക്തിയോടെ വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കും. ദൈവ സാന്നിധ്യം കടന്നു വരികയും മറുപടി ലഭിക്കുകയും ചെയ്യുന്നിടത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഒന്നാമതായി ഏലിയാവിന്റെ നിരാശയുടെ മുഖാമുഖത്ത് ദൈവത്തിന്റെ ശക്തി ഭൂകമ്പത്തോടു കൂടി കടന്നു വന്നു. നിങ്ങളിൽ പലരും നിരാശയുടെ മുഖാമുഖത്ത് നിന്നിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ ജീവിതമായിട്ടില്ല. എന്റെ
എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതുപോലെ ആകുന്നില്ല. എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആയിട്ടില്ല. എന്റെ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ആയിട്ടില്ല. എന്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ ഒന്നും ആയിട്ടില്ല. ഇന്ന് നിരാശയുടെ മുഖാമോ തന്നെ നീ ഞാൻ ഇരിക്കുന്നത് ചിന്തിക്കണം. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ നിരാശയുടെ മുഖാമുഖത്ത് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ വലിയ ഭൂകമ്പത്തോടുകൂടി ദൈവം നിന്നോട് ചോദിക്കുകയാണ്. അതേ, ആ വലിയ ശക്തി നിന്നിലേക്ക് കടന്നു വന്ന് ചോദിക്കുകയാണ്, മകനെ മകളെ, ഇവിടെ നിനക്ക് നീ ആ നിരാശയുടെ മുഖാമുഖത്ത് ഇന്ന് പകൽക്കാലം നീ വെളിയിൽ വരണം. അതാണ് ദൈവം നിന്നെ ആഗ്രഹിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 29:6 നാം കാണുന്നുണ്ട്, ദൈവ ജനത്തിന്റെ നന്മയ്ക്ക് എതിരായി കടന്നു വരുന്ന ശക്തികളെ ദൈവം നശിപ്പിക്കുമെന്ന്. ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്നിടത്ത് അവിടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും അവിടെ ഭൂകമ്പവും ഒക്കെ കടന്നു വരും. ദൈവജനത്തിന്റെ നന്മയ്ക്കായി കടന്നു വരുന്ന ശക്തികളെ ഇന്ന് പകൽക്കാലം ദൈവം നശിപ്പിക്കുന്ന വാഗ്ദത്തം ഉണ്ടെങ്കിൽ നാം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ നശിപ്പിക്കുന്ന അന്ധകാര ശക്തിയിൽ നിന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നിങ്ങളുടെ നന്മയ്ക്കെതിരായി ശബ്ദമിട്ടിരിക്കുന്ന എല്ലാ കെട്ടുകളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ വചനത്തിന് ശക്തിയാൽ ദൈവം അതിനെയെല്ലാം അഴിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 54-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് ശതാധിപനും കാത്തു നിന്നവരും ഭൂകമ്പം ഉണ്ടായത് കണ്ടിട്ട് ഇവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് വലിയൊരു ഭൂകമ്പത്തിന്റെ ശക്തിയോട് കൂടെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശു ഉയർക്കുന്ന സമയത്ത് അവിടെ ഭൂകമ്പം ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ യേശുവിന്റെ അനുയായികൾ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ശീലാസും പൗലോസും തടവറയിൽ പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. അവരെവിടെയാണ് കിടക്കുന്നത്? നാം ശ്രദ്ധിക്കണം. അവരെ കെട്ടിവെച്ചവരായിട്ട് ആ ജയിലറകൾക്കുള്ളിൽ കിടക്കുന്ന ആ ദൈവത്തിന്റെ മനുഷ്യര് അവരുടെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് പലരും പറയും, എന്റെ ജീവിതത്തെ ശത്രു കെട്ടിവെച്ചിരിക്കുകയാണ്, എന്റെ ജീവിതത്തിന്റെ മേൽ ശത്രു ഒരു കെട്ടിട്ടുണ്ട്, എന്റെ ജീവിതത്തിന് മേൽ ശത്രു ഒരു ബന്ധനമിട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എന്റെ ഭവനത്തിൽ ആരാധന നടക്കുന്നില്ല, അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നടന്നു വരുന്നില്ല എന്ന് പറയുന്നവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ബന്ധനത്തിന്റെ അവസ്ഥയിൽ തന്നെ നിന്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കുമെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ കെട്ടുകളെ അഴിക്കാൻ പോവുകയാണ്. കണ്ണുകൾ തുറന്നു വെച്ച് കരങ്ങൾ അടിക്കാതെ ഹൃദയങ്ങൾ തുറക്കപ്പെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവത്തിന് മുൻപിൽ ആത്മാവിന്റെ ഒരു അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങൾക്ക് തന്ന് തിരികെ വിടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്ന ആരെയും വെറുതെ വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ച് ഹല്ലേലൂയ നിങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ വലിയ ശക്തി പ്രാപിക്കട്ടെ, വലിയ ശക്തി പ്രാപിക്കട്ടെ, വലിയ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ അമ്മയുടെ ഗർഭം മുതൽ മുടക്കനാണ്. നിങ്ങളിൽ പലരും തലമുറയുടെ ശാപങ്ങൾ പേറി അമ്മയുടെ ഗർഭം മുതൽ ബന്ധനത്തിൽ കഴിയുന്ന ചില ആത്മാക്കൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കൾ തലമുറകൾ ചില ശാപങ്ങൾ മൂലം ചില ബന്ധനങ്ങളുള്ള വ്യക്തികൾ ഇവിടെ ഉള്ളതായി കാണുന്നു. ഇന്ന് പകൽക്കാലം ദൈവം അവർക്ക് വിടുതൽ നൽകുവാൻ പോവുകയാണ്. ദൈവം നിന്നോട് ചോദിക്കുന്നു, നീ യുവാവായ ശേഷം അല്ലെങ്കിൽ യുവതിയായ ശേഷം
നീ ഇന്നൊരു മുടന്തനാണോ? ദൈവം നിന്നോട് ചോദിക്കുന്നു, നിന്റെ വിവാഹത്തിന് ശേഷം, നിന്റെ വിവാഹ ജീവിതം ആരംഭിച്ചതിന് ശേഷം നീ ഇന്നൊരു മുടന്തനാണോ? ദൈവം നിന്നോട് ചോദിക്കുന്നു, നീ രോഗത്താൽ മുടന്തനാണോ? ദൈവം നിന്നോട് ചോദിക്കുന്നു, നീ ഈ ലോകത്തിന്റെ ബന്ധനങ്ങളാൽ മുടന്തനാണോ? അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ പറയുന്നു, ഹല്ലേലൂയ, പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, പിന്നെയോ നസറായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തോട് ഇന്ന് പിശാച് മന്ത്രിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ഇനി ഒരിക്കലും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന്, നിന്റെ കുഞ്ഞിന് ഇനി ഒരിക്കലും രക്ഷയില്ലെന്ന്, നിന്റെ ഭർത്താവിന് ഒരിക്കലും രക്ഷയില്ലെന്ന്, നിന്റെ ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് ഒരിക്കലും രക്ഷയില്ലെന്ന്, നിന്റെ കുടുംബത്തിന്റെ ബന്ധനത്തിൽ ഒരിക്കലും ഒരു അഴിവുണ്ടാകില്ലെന്ന് നിന്നോട് പിശാച് വാദിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനം ഇന്ന് പകൽക്കാലം നീ ഏറ്റെടുക്കണമെങ്കിൽ നിന്നെ ഇന്ന് ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച്, നിന്നെ ഇന്ന് എഴുന്നേൽപ്പിച്ച്, നീ ആയിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് നിന്നെ തിരികെ കൊണ്ടുപോകാൻ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന അശക്തിയുടെ ലോക കിരീടം നിങ്ങൾ അഴിച്ചു വെക്കുമ്പോൾ ദൈവത്തിന്റെ പുനരുത്ഥാന ശക്തിയുടെ കിരീടം നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയും. ആ കിരീടം നിങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾ അതിശക്തമായ ദൈവ കൃപയിൽ ആയിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും വലിയ മാറ്റങ്ങളും ഉണ്ടാകും. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ദൈവഹിതമല്ലാത്ത അനേകം കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ അശക്തപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇന്ന് ആ കിരീടങ്ങൾ എറിഞ്ഞു കളഞ്ഞ് പുനരുത്ഥാനത്തിന്റെ കിരീടം അണിയുവാൻ തക്കൊണ്ട് ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ, രോഗങ്ങളെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കയില്ലെന്ന് ശത്രു ഞങ്ങളോട് പറയുമ്പോൾ ഇന്ന് രാത്രികാലം ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം ഞങ്ങൾക്ക് സർവസ്വമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ അവൻ മഹാപരിശുദ്ധനും അവൻ കഴിവുള്ളവനുമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭാരങ്ങളുടെ മേൽ ഇന്ന് ദൈവത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് വലിയ ശക്തി വ്യാപരിക്കണമേ. അവർക്ക് വിടുതൽ നൽകണമേ. ആ വിടുതലിന്റെ ശക്തി പ്രാപിക്കുവാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമീൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. എത്ര വലിയ ഭാരമുള്ള വിഷയങ്ങളായാലും ഞങ്ങൾ ശക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതിന് സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച ഫോൺ കോളുകളും ഇമെയിലുകളും തീർച്ചയായിട്ടും അതിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ശുശ്രൂഷയിൽ കൂടി അനേകരുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നുവെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്കും കടന്നു വരും. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത ശനിയാഴ്ച കാണുന്നത് വരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബന്ധപ്പെടേണ്ട വിലാസം: ജീസസ് മിനിസ്ട്രി, ഗെത്സമൻ സെന്റർ, വടക്കെടുത്തുകാവ്, അടൂർ. ഫോൺ 0473-422-7269. മൊബൈൽ 8943126437. ഇമെയിൽ jesusministryindia@gmail.com.